നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ആരൊക്കെ മത്സരരംഗത്തേക്ക് വരും, സിറ്റിംഗ് MLA-മാരിൽ ആരൊക്കെ മത്സരിക്കും, അങ്ങനെയൊക്കെ ചോദ്യങ്ങളുണ്ട്. മുതിർന്ന നേതാക്കൾ ആരെയൊക്കെ കളത്തിലിറക്കും? ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവും ഇവിടെ നിയമസഭയിലെ ഉപനേതാവും ഒക്കെയായിരുന്ന MK മുനീർ. ആരോഗ്യം വീണ്ടെടുത്തതോടെ ഈ മാസം അവസാനത്തോടെ രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്ന് അദ്ദേഹം പറയുകയാണ്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും കോഴിക്കോട് സൗത്ത് മണ്ഡലവുമായി വൈകാരിക ബന്ധമുണ്ടെന്നുമാണ് MK മുനീർ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ഞങ്ങളുടെ ഉന്നത നേതൃത്വം എന്ന് പറയുന്ന ഞങ്ങളുടെ നേതാക്കന്മാർ മത്സരിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ മത്സരിക്കും, മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മത്സരിക്കില്ല. പാർട്ടി നേതൃത്വം പറയുന്നത് അനുസരിച്ച ശീലം മാത്രമേ ഞങ്ങൾക്കൊക്കെ ഉള്ളൂ. ഞാൻ 3 തവണ സൗത്ത് മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചിട്ടുള്ളത്. കോഴിക്കോട് പിന്നെ എൻ്റെ നാട് കൂടിയാണല്ലോ. അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, സ്വന്തം നാട്ടിൽ വീണ്ടും അംഗത്തിറങ്ങാൻ ഞാനിതാ ഊർജ്ജസ്വലനായി വരുന്നു എന്നാണോ MK മുനീർ പറഞ്ഞു വെക്കുന്നത്? വിനീത, തീർച്ചയായിട്ടും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി പറയുന്ന നിർദ്ദേശം എന്ത് തന്നെയാലും അത് അംഗീകരിക്കുമെന്ന് പറയുന്നു. പക്ഷേ പാർട്ടി നേരത്തെ MK മുനീർ നൽകിയിരിക്കുന്ന ഒരു സന്ദേശം എന്നുള്ളത് മത്സരിക്കണമോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് MK മുനീർ തന്നെയാണ്. അത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഘട്ടത്തിലാണ് അത്തരത്തിലൊരു സന്ദേശം അദ്ദേഹത്തിന് കൈമാറിയത്. ഏതായാലും ഇപ്പോൾ പൂർണ്ണമായ ആരോഗ്യസ്ഥിതിയിലേക്ക് അദ്ദേഹം മടങ്ങി വരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് പറഞ്ഞാൽ മുനീർ ആ കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. മത്സരിക്കാനുള്ള തീരുമാനം പാർട്ടി നേതൃത്വത്തെ ആ സന്നദ്ധത അദ്ദേഹം അറിയിച്ചിരിക്കുകയും ചെയ്യുകയാണ്. ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്, ഏത് മണ്ഡലമാണ് മത്സരിക്കേണ്ടത് എന്നുള്ളത് പാർട്ടി നേതൃത്വമാണ് എന്ന് പറയുമ്പോൾ തന്നെ കോഴിക്കോട് സൗത്തിനോട് തനിക്ക് വൈകാരികമായ അടുപ്പമുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. 2 തവണ അവിടെ മത്സരിച്ചിട്ടുണ്ട്. പിന്നീട് കൊടുവള്ളിയിലേക്ക് മാറുന്ന സമയത്ത് അത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ മാറിയത്. ഇത്തവണ കോഴിക്കോട് സൗത്തിൽ തന്നെയാവും എന്നുള്ളൊരു സൂചന തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വരികയും ചെയ്തത്. ഏതായാലും അദ്ദേഹം പൂർണ്ണമായ ആരോഗ്യ സ്ഥിതിയിലേക്ക് വരുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഈ മാസം അവസാനത്തോടു കൂടി തന്നെ മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അദ്ദേഹം മാറുമെന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം കുറേയൊക്കെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളിലാണ്. അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് തന്നെ മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അദ്ദേഹം മാറും. അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് തന്നെ അദ്ദേഹം കടക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ലഭ്യമാവുന്നത്. ഏതായാലും MK മുനീർ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാവുകയാണ്. ഇനി ഔപചാരികമായ ഒരു തീരുമാനം മാത്രമാണ് പാർട്ടി നേതൃത്വത്തിൽ നിന്നും ഉണ്ടാവേണ്ടത്. ശരി, ഏതായാലും അദ്ദേഹം മത്സരിക്കാൻ സന്നദ്ധനാണ്. ഇനി കോഴിക്കോട് സൗത്തിൽ തന്നെയാണോ ഇറങ്ങുക? ഏതായാലും ഊർജ്ജസ്വലനായി വീണ്ടും MK മുനീറിനെ കാണുന്നു എന്നത് തന്നെയാണ് വലിയ സന്തോഷം. AK അഭിലാഷ് വിശദാംശങ്ങൾ നൽകിയായിരുന്നു കോഴിക്കോട് നിന്ന്.